ഹലോ, ഇന്ന് നമ്മൾ തനി നാടൻ വിഭവങ്ങളുമായിട്ടൊരു ചട്ടിച്ചോറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്ന് മസാലയൊക്കെ പുരട്ടി വെക്കാം. അപ്പോൾ നമുക്കിന്ന് നാടൻ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അതൊരു 10 എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്. നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് വരത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതൊരു നമുക്കൊരു 10-20 മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസ് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2-3 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. വഴറ്റിയെടുക്കുന്നതിന് മുമ്പ് പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറിലൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയായാലും ചേർത്ത് കൊടുത്താൽ മതിയാകും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പൊടികൾ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി കൂടി ഒന്ന് വഴന്ന് കിട്ടണം. നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. നമ്മളിപ്പോൾ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആകുമ്പോഴേക്കും നമുക്ക് അവിയൽ തയ്യാറാക്കിയെടുക്കാം. അവിയൽ നമ്മുടെ സാധാ അവിയലല്ല, ചക്കയവിയലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മൾ സാധാ അവിയലിന് അരിയുന്ന പോലെ അരിഞ്ഞെടുക്കുക. അതിലേക്ക് പച്ചച്ചക്ക ഇതുപോലെ നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് വെള്ളം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വേവായി വരുമ്പോഴേക്കും നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ അവിയലിങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ ഒരടുപ്പിൽ ഇരിപ്പുണ്ട്. നമുക്കതിൻ്റെ കാര്യം എന്തായെന്നൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വേവായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മാങ്ങ നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അധികം പുളിയുള്ളതാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് ഒരു 6-7 ചുവന്നുള്ളി അതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതുകൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആവി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പരിപ്പും കപ്പളങ്ങയും കൂടെ കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവുന്നതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് മുറിച്ച കപ്പളങ്ങ അതുകൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പളങ്ങ ചേർത്ത് കൊടുത്ത് ഒരു 2 വിസിൽ വന്നാൽ മതിയാകും. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 3 കാന്താരിമുളക് അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ജീരകവും കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മുടെ പരിപ്പും കപ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി കറക്റ്റാണോ എന്നൊന്ന് നോക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കടുക് പൊട്ടി ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താലും നല്ല രുചിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ കടുക് വറുക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം. പിന്നെ 2 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പളങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മീൻ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ്. ഞാനിവിടെ ദോശക്കല്ലിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ദോശക്കല്ലാകുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മുകളിലായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 2 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മാങ്ങ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള മാങ്ങയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ചുവന്നുള്ളിയും എരിവിന് ആവശ്യത്തിന് മുളകും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കടുകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മാങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറികളെല്ലാം തന്നെ റെഡിയാക്കി എടുത്തു. ചോറ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ചട്ടിച്ചോറ് റെഡിയാക്കാം അല്ലേ.